വന്നേ ഉള്ളൂ. ഞാൻ ഒന്ന് ഡീറ്റെയിൽസ് എടുത്തിട്ട് ഞാൻ ഒന്ന് പറയാം. ഇപ്പൊ മൂന്നാമത്തെ ആളുടെ സ്ഥിതി എന്താണ്? മൂന്നാമത്തെ ആളും ഡെഡായിട്ടാണ് പോയേക്കുന്നത്. ഡോക്ടർ ഒന്ന് കൺഫേം ചെയ്യാണ്ട്. 3 പേരും മരണപ്പെട്ടു എന്നുള്ളതാണ് ഇൻഫർമേഷൻ. 3 പേരും വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ളതാണ്. ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. രാവിലെ 6 മണിക്കാണ് ഒരു സംഭവം ഉണ്ടായത്. ഇതര സംസ്ഥാന തൊഴിലാളികൾ പാർപ്പിക്കുന്നതിൽ അതെയോ? കാരണം ഇത് ഇവിടെ വരുന്ന മിക്കവാറും നോക്കുന്നതാണെങ്കിൽ അതിഥി തൊഴിലാളികൾ ഇതുപോലെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ഥലങ്ങളിൽ, ക്യാമ്പ് പോലത്തെ സ്ഥലങ്ങളിലാണ് താമസിക്കുന്നത്. പലപ്പോഴും ഡയറക്ഷൻസ് കൊടുക്കുന്നുണ്ടെങ്കിലും അവർ അവസാനം ഇതുപോലത്തെ ഇപ്പം കുറഞ്ഞ റേറ്റിലും പല കോൺട്രാക്ടേഴ്സ് കൊണ്ടുവന്നിട്ട് ഇതുപോലത്തെ സ്ഥലത്താണ് താമസിപ്പിക്കുന്നത്. നമ്മളിത് മനസ്സിലാക്കുന്ന ഏതോ ഒരു കോൺട്രാക്ടിന്റെ കീഴിലാണ് ഈ 17 പേര് വന്നിട്ടുള്ളത്. അപ്പോൾ അവരാണ് ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. നല്ല പഴക്കമുള്ള, ഒരുപാട് പഴക്കമുള്ള ബിൽഡിംഗ് ആണ്. പഴയ തറവാട് പോലത്തെ ബിൽഡിംഗ് ആണെന്നാണ് മനസ്സിലാക്കിയത്. അത് നോക്കണോ അത്? അപ്പോൾ നമ്മളൊരു ഡ്രൈവ് ഓൾറെഡി നിർദ്ദേശം കൊടുക്കുന്നുണ്ട് ജോയിന്റ് ഡയറക്ടർക്കും പോലീസിനും ലേബർ ഡിപ്പാർട്ട്മെന്റിനും. ഇതുപോലത്തെ ക്യാമ്പുകൾ പരിശോധിച്ചിട്ട് എവിടെയെങ്കിലും ഇതുപോലെ ഉണ്ടെങ്കിൽ, ലൊക്കേഷൻസ് ഉണ്ടെങ്കിൽ അത് വേണ്ട നടപടികൾ സ്വീകരിക്കാൻ. പക്ഷെ അത് ഓരോ ഇൻസിഡന്റ് വരുമ്പോൾ ചെയ്യേണ്ടതല്ല. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും ഇതുപോലത്തെ ഇൻസിഡൻസ് നടക്കുന്നുണ്ട്. ഇവരിപ്പോ ഇവരെവിടെ വർക്ക് ചെയ്യുന്നവരാണെന്നാണ് വല്ല ധാരണയുണ്ടോ? അല്ല, പല കൺസ്ട്രക്ഷൻ ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിട്ടാണ് നമുക്ക് മനസ്സിലായത്. പല കൺസ്ട്രക്ഷൻ, പ്രത്യേകിച്ച് ഒരു സൈറ്റിലല്ല, പല കൺസ്ട്രക്ഷൻ സൈറ്റിലാണ് ഇവർ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പ്രധാനപ്പെട്ട നമ്മളോട് വരുമ്പോൾ ആളുകൾ പറയുന്ന ഒരു കാര്യം, ഇത്തരം ഒരു പഴക്കം ചെന്ന ഫിറ്റ്നസ് ഉണ്ടോ എന്ന് പോലും അറിയാത്തൊരു ബിൽഡിംഗിലേക്ക് ആളുകളെ പാർപ്പിക്കുന്നു. അത്തരം ഒരു കാര്യങ്ങളെല്ലാം പരിശോധിക്കേണ്ടതല്ലേ? അല്ല, ഇതൊക്കെ പരിശോധിക്കേണ്ടതാണ്. ഇത്രയും അൺസേഫ് ആയിട്ടുള്ള ബിൽഡിംഗിൽ എങ്ങനെ താമസിക്കുന്നു? ഒരുപാട് പഴക്കമുള്ള ബിൽഡിംഗിലാണ് അവർ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് പരിശോധിക്കേണ്ടതാണ്. നമ്മളത് പരിശോധിക്കും. ഇത് കൂടാതെ തന്നെ മറ്റ് സ്ഥലങ്ങളിലുള്ള കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കും. ഈ 3 പേരുടെയും മൃതദേഹങ്ങൾ ഇപ്പോൾ എങ്ങോട്ട് മാറ്റുന്നത്? തുടർ നടപടികൾ എന്തൊക്കെയാണ്? തുടർന്ന് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി അവരുടെ കൂടെ ഉണ്ടായിരുന്നവരുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അവരുടെ സ്ഥലത്തിലേക്ക് എത്തിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും. നമ്മൾ തന്നെ ചെയ്തു കൊടുക്കും. ഗവൺമെന്റ് തന്നെ ചെയ്തു കൊടുക്കും. പിന്നെ അവർക്ക് വേണ്ട കോമ്പൻസേഷൻ എന്താണെന്ന് നോക്കിയിട്ട് അതും കൂടെ നമ്മൾ ചെയ്തു കൊടുക്കും. കൺഫേംഡ് ആണ്. മരിച്ചു എന്നുള്ളത് കൺഫേംഡ് ആണ്. അതെ, 3 പേര് മരണപ്പെട്ടു എന്നാണ് നിലവിലത്തെ. അത് പരിശോധിക്കണം. അത് പരിശോധിച്ചിട്ട് അതിന്റെ കാര്യം പറയാൻ പറ്റുള്ളൂ. മൊത്തം 17 പേര്.